ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, അമ്മ സമാധാനപ്പെട്. അവളും അവനും കൂടി കൊട്ടാരത്തിലേക്കോ തറവാട്ടിലേക്കോ എവിടെ വെച്ചാ പൊയ്ക്കോട്ടെ. അമ്മയ്ക്കെന്താ? എടാ, ഈ രാജുവിനൊക്കെ അവിടെ ചെന്ന് കേറാനുള്ള യോഗ്യത ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നേ. അതിനിപ്പോ പൊട്ടനെ ലോട്ടറി അടിച്ചെന്ന മട്ടില് അവൻ ഋതികയെ കെട്ടിയില്ലേ? എന്തെങ്കിലും വേല വെച്ച് നമ്മളവരെ രണ്ടാക്കും വരെ അവനും അവളും ഭാര്യ ഭർത്താക്കന്മാരാ. ആ കിളവി സരസ്വതി വർമ്മയ്ക്കാണെങ്കിലേ ഋതികയെന്ന് വെച്ചപ്പോ പൊരിഞ്ഞ സ്നേഹം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കലക്കാനും ഇവരൊക്കെ തമ്മിൽ അകറ്റാനും എന്തെങ്കിലും നല്ല വല്ല പ്ലാനും ആലോചിക്കും. അല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. വെടക്കാക്കി തനിക്കാക്കുന്ന വിദ്യ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഇങ്ങ് വരട്ടെ. വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ എല്ലാം കൊണ്ട് അവരങ്ങ് പോവും. ആ രാജുവും ഋതികയും. ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം ശരിയാക്കാം. ദേ വരുന്നുണ്ട് ലക്ഷ്മണനും ഊർമിളയും. നമ്മള് സ്വസ്ഥായിട്ടൊന്ന് നാക്കനയ്ക്ക, ആ നിമിഷം പറന്നു വരും കാക്കാളെ പോലെ. എന്തായാലും ഒരു ടെൻഷൻ പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഞാനും ഇവനും തമ്മിലേ ആ ഋതികയുടെ കാര്യം സംസാരിക്കുമായിരുന്നു. ആ ഋതികയോ? അതെന്താ ചേച്ചി അവളെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നത് പോലെ? ഋതുമുളം നമ്മുടെ കുഞ്ഞല്ലേ, അവളെ നമ്മളെ മുളന്നല്ലേ പറയേണ്ടത്? ഓ, എനിക്കങ്ങനെ ഓവർ സ്നേഹം കാണിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. പെൺകുട്ടികളോടെ അങ്ങനെ കാണിക്കാൻ പാടില്ല. തല തെറിച്ചു പോവും. ഒരു ഒന്നൊന്നര മകൻ. പിന്നെ ഋതികയെ ഞാൻ വളർത്തിയതാണെന്ന കാര്യം നീ മറക്കരുത്. വളർത്തിയ കാര്യമൊന്നും പറയണ്ട. എന്താണ് പറഞ്ഞത് ശേഖര? നീ എന്നോടെ എന്താ ഇതെന്താ ശേഖരട്ട ഇങ്ങനെ? ചേച്ചി അനിയനും കൂടെ കണ്ടുമുട്ടിയ അപ്പ വഴക്കാണല്ലോ. ഇവനെ ഈ ഇടയായിട്ടാ ഇങ്ങനെ മാറിയത്. മുൻപിവൻ എന്റെ മുന്നിൽ വരുമ്പോഴേ പേടിച്ചിട്ട് ഇവന്റെ മുട്ട് വിറയ്ക്കുമായിരുന്നു. ചേച്ചി, ചേച്ചിയോടുള്ള ബഹുമാനവും സ്നേഹമൊന്നും എനിക്കൊട്ടും കുറഞ്ഞിട്ടില്ല. പിന്നെ അവരവരുടെ അഭിപ്രായം പറയുന്നത് തെറ്റാണോ? എന്താ എല്ലാവർക്കും ഒരു പിരിമുറുക്കം പോലെ? പ്രതാപ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. ചേച്ചി ചോദിക്ക്, അതിനെന്തിനാ ഒരു മുഖവര? പ്രതാപൻ എന്താ ഈ പഴയ കാര്യങ്ങളൊക്കെ മറന്നു കളയുന്നേ? നിന്റെ അമ്മായിയമ്മയായ ആ സരസ്വതി അമ്മയുടെ പഴയ സ്വഭാവങ്ങളൊക്കെ നിനക്കറിയാലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ തോക്കെടുക്കുന്നവരായിരുന്നു അവര്. അവര് പണ്ട് ചെയ്ത ദുഷ്ടതരങ്ങളൊക്കെ നിനക്ക് മറക്കാൻ പറ്റും, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല.